ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് ഒരു ഹാൻഡ് സ്റ്റാൻഡിൻ്റെ വേറൊരു മെത്തേഡ്, പ്രസ് ടു ഹാൻഡ് സ്റ്റാൻഡ്. ഈ പ്രസ് ടു ഹാൻഡ് സ്റ്റാൻഡിൽ നമുക്ക് മെയിനായിട്ട് കയ്യിനും ഷോൾഡർ അതുപോലെ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം ഇവിടെ നല്ല പവർ വരണം. അപ്പോൾ അതിനുള്ള എക്സസൈസുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു എക്സസൈസ് ഒരു ടക്ക് ഹോൾഡിൻ്റെ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. ഇത് മാക്സിമം നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ലെവലിൽ ആ ഒരു പ്രസ് ടു ഹാൻഡ് സ്റ്റാൻഡ് ഈസി ആയിട്ട്. പൈക്ക് പുഷപ്പ്, ഈ പൈക്ക് പുഷപ്പ് ചെയ്യാൻ കഴിയാത്തവർ എന്ത് ചെയ്യുക, പൈക്കിൽ ഹോൾഡ് ഉണ്ട്, ഇങ്ങനെ മാക്സിമം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മെല്ലെ ജസ്റ്റ് ഒരു ലെവലിൽ ഇറക്കുക. അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, മെല്ലെ ഇറക്കിയിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോൾഡർ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ആയി വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടക്ക് ഹോൾഡ്, ഇത് രണ്ടാമത്തെ എക്സസൈസ്, ഷോൾഡർ ആവാം. ടക്ക് ഹോൾഡ് മാക്സിമം ഇത് ടക്ക് ഹോൾഡാണ്. ഈ ടക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഈ കയ്യിലേക്ക് മാക്സിമം ലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ കയ്യിൻ്റെ ഈ ഭാഗത്ത് പവർ കയറുക, അതുപോലെ നമ്മുടെ ഷോൾഡർ പവർ കയറുക. ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ പേരും ഹാൻഡ് സ്റ്റാൻഡ്, ഇപ്പോൾ പ്രസ്റ്റ് മാത്രമല്ല ഹാൻഡ് സ്റ്റാൻഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ കൂടുതലും കൈ മടക്കിയിട്ടാണ് ചെയ്യുക. ഈ കൈ മടക്കം ഒഴിവാക്കിയിട്ട് എപ്പോഴും കൈ നിർത്തി ചെയ്താൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ കൈ നിർത്തി പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ പവർ തന്നെയാണ്. അപ്പോൾ ആകുമ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പക്കാ സ്ട്രൈറ്റ് ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ലെവലിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ വേറെ പ്രസ്റ്റ് ഹാൻഡ് സ്റ്റാൻഡിൽ കാല് നിർത്തുന്ന ഒരു സ്റ്റൈലുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഈ രണ്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമത്തിൽ ഫോക്കസ് ചെയ്യുക. പൈക്ക് പുഷപ്പിൻ്റെ ഈ ലെവലും പിന്നെ ഞാൻ പറഞ്ഞ ടക്ക് ഹോൾഡും, ഇത് രണ്ടും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഹാൻഡ് സ്റ്റാൻഡ് ലെവൽ നിങ്ങൾ ഏകദേശം ഒരു പക്കായിട്ട് വരും. ഇതുപോലുള്ള ടിപ്പ് ആൻഡ് ട്രിക്സ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക.